പൂയ നക്ഷത്രക്കാർ കൂടുതലും ഫാമിലി അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവർ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ഇവരുടെ ബന്ധങ്ങളെയാണ് കൂടുതൽ വിലമതിക്കുന്നത്. അവരുടെ പക്ഷത്തിലായിരിക്കും ഇവർ കൂടുതൽ നിൽക്കുക. അതുകൊണ്ട് ഇവരുടെ ബന്ധുക്കളെ നന്നായിട്ട് തന്നെ പരിഗണിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ഏപ്രിലിൽ ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇമോഷണലി നിങ്ങൾക്ക് പല സ്ട്രഗിളും നിങ്ങൾക്ക് കഴിഞ്ഞ ഏപ്രിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരേ ജോലിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു വർധന എന്തായാലും ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറുകുടലിലും വൻകുടലിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഫുഡ്സിനോട് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരം നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുമെങ്കിലും പല സമയത്തും നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ ചിലപ്പോൾ കൺട്രോൾ ഇല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇത് കുടലിലേക്ക് പ്രശ്നം ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ വിവാഹത്തിന് ഒരു നല്ലൊരു നിർദ്ദേശം ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ കൈവശം എടുത്തു വെച്ച പണം ഒറ്റയടിക്ക് അത് ചെലവാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ കാര്യവും നിങ്ങൾ മനസ്സിൽ വെക്കാതെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് ആരോടാണോ അവരോട് അവരോട് ഏറ്റവും കൂടുതൽ നിങ്ങൾ പങ്കുവെക്കുന്നത് അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല. ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ആണ്. പക്ഷെ ഞാൻ PGക്ക് പ്രൊജക്റ്റിന് ആസ്ട്രോയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എന്താ വെച്ചാൽ ആസ്ട്രോയിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന നാളുകാർക്ക് ഇന്ന സ്വഭാവമാണ് ഉണ്ടാവുക എന്നത്. ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോരോ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയും ഉണ്ടാവുക എന്നൊരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു, നീ അന്ന് പറഞ്ഞത് സത്യമായി എന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കട്ടി